ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന റൂമുണ്ടല്ലോ, ഇത് അപ്സ്റ്റെയറിലുള്ള ഒരു റൂമാണ്. അപ്പോൾ ഇവിടെ ഈ റൂമിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ മൊത്തത്തിൽ സീലിംഗ് അടിച്ച് ഈ റൂമൊന്ന് മോഡലാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ലൂവർ പാനൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ചുമരൊക്കെ വാൾ പാനൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന PVC ലൂവർ പാനലാണ് ഈ കാണുന്ന സീലിംഗ് നമ്മൾ കൊടുത്ത ഷീറ്റ് കേട്ടോ. അതേപോലെ നമ്മൾ വാൾഡ്രോപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അലൂമിനിയം, അതേപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റുമാണ്. അലൂമിനിയത്തിൻ്റെ ജെ ബോക്സ് പറഞ്ഞൊരു സെക്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 1.4x1.4 വെച്ചിട്ടാണ് നമ്മൾ ഈ വാൾഡ്രോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ തുണിക്കർട്ടനൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീബ്ര ലൈൻ കർട്ടനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ബാത്റൂമിൻ്റെ PVC ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനോ ഏകദേശം എല്ലാതും ഒരേപോലെ മാച്ചാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ എത്ര രൂപയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയും കൂടിയാണ് നമ്മൾ ഇതിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൂം ചെയ്തെടുത്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് ഫിനിഷിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൂമിൽ അത്യാവശ്യം ചൂടുണ്ട്. കാരണം അപ്സ്റ്റെയർ ആയതുകൊണ്ട് ചൂടുള്ളത് കൊണ്ടാണ് മെയിനായിട്ട് സീലിംഗ് കൂടി കൊടുക്കണം കേട്ടോ. റൂഫിൻ്റെ ഷേപ്പും അങ്ങനെ ആയതുകൊണ്ട് സീലിംഗ് ചെയ്താലാണ് ഒന്നും കൂടി ഭംഗി കിട്ടുക. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സീലിംഗും തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേൽവശത്ത് കൂടെ വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റിനുള്ള വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാന് വാൾ ഫാന് മതി എന്ന് പറഞ്ഞു. ഓൾറെഡി നമുക്കിവിടെ AC ഉണ്ടേനും. അപ്പോൾ അതിനുള്ള ഒരു പ്ലഗ് പോയിൻ്റ് കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ വാൾഡ്രോപ്പ് 2 വാൾഡ്രോപ്പാണ് ഈ റൂമിൽ കൊടുക്കുന്നത്. ഒന്നതായി കാണുന്ന ഫെറോസിമെൻ്റ് ഓൾറെഡി ഇവിടെ തട്ടിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ തന്നെ റാക്കടിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അത് സീലിംഗിൽ നിന്ന് ഒരു 8 ഇഞ്ചൊക്കെ താഴ്ത്തിയിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അത് അവിടെ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫെറോസിമെൻ്റ് ഇട്ടിരിക്കുന്നത് നോർമലി ഒരു 8 ഇഞ്ച് തള്ളിച്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ റേഞ്ചിലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല അവിടെ നിന്ന് നമുക്ക് തള്ളിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കള്ളികളൊക്കെ പൊളിച്ച് നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അത് നടക്കുന്നൊരു വഴിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സീലിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാട്ടർ ലെവലിൽ മൊത്തത്തിൽ മാർക്ക് ചെയ്ത് അവിടെ അതിൻ്റെ ബോർഡർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സീലിങ്ങിൽ മാക്സിമം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു എയർ ഹോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴോട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ലെവൽ പിടിക്കുന്ന സമയത്ത് എയർ ഹോൾ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഫ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഇത് വാൾ ഫാനിൻ്റെയാണ്. അപ്പോൾ അതും കൂടി കിട്ടുന്ന രീതിയിൽ മാക്സിമം ചാരിയിട്ട് മാക്സിമം നമുക്ക് ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വാട്ടർ ലെവൽ പിടിച്ചിട്ട് നമ്മളിത് ചാനൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ടർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബോർഡർ വർക്ക് കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലെ അലൂമിനിയത്തിൻ്റെ ചാനൽ പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് 4 ചാനലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം 2 അടി 2 അടി 2 അടി വിട്ടിട്ടാണ് നമ്മൾ ചാനലുകൾ കൊടുത്തിരിക്കുന്നത്. ആ റേഞ്ചിലെങ്കിലും വിട്ടിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. ചിലവർ അതിൽ കൂടുതൽ ഇടാറുണ്ട്, അത്രയും കൂടുതൽ ഇടാൻ പാടില്ല. അതിനുശേഷം ഈ ചാനൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലോട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ചാനലും കൂടി സപ്പോർട്ടിനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനലിന് തൂങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ ലൂവർ പാനൽ. അപ്പോൾ ലൂവർ പാനലും അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ട് അതിന് സെൻറ്ററൊന്നും ഭാവിയിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേലോട്ടുള്ള സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ട് വേണം കൊടുക്കാൻ. അപ്പോഴാണ് സീലിങ്ങിന് നമുക്ക് ബലം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മേലോട്ട് നമ്മൾ തള്ളുകയാണെങ്കിലും ഒരു ഇളക്കം വരാൻ പാടില്ല. അതേപോലെ ചില ഓടിട്ട വീടുകളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാറ്റ് കയറി പിടിക്കുന്ന സമയത്ത് സീലിങ്ങിന് ഇളക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ചാനലുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ എയറോളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും കയറി വരാനുള്ള സാധ്യത ഒന്നുമില്ല. കാരണം എവിടെയും ഇനി ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ സീലിംഗ് മേഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിതിൻ്റെ ബോർഡർ വർക്കും കാര്യങ്ങളും നമ്മളെ ഫ്രെയിം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സീലിംഗ് മേയുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ PVC ഷീറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ സീലിംഗ് വീണ്. അപ്പോൾ 3-4 ഐറ്റം ഷീറ്റുകൾ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഐറ്റം 6mm തിക്നെസ് ഉള്ളതുണ്ട്. അതേപോലെ TKT പറഞ്ഞിട്ടൊരു 9.5 തിക്നെസ് വരുന്നതുണ്ട്.
അതേപോലെ ഈ കാണുന്ന ലുവർ പാനൽ, അതായത് ഇതും 9.5 തിക്നെസ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ചുമരൊക്കെ പാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റും കൂടിയാണിത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു 3-4 ഐറ്റം ക്വാളിറ്റി ഉള്ള ഷീറ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതിൽ കുഴപ്പമില്ലാത്തൊരു ഐറ്റം ഷീറ്റ് തന്നെയാണ് കേട്ടത്. ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാത്ത ചുമരൊക്കെ പാനൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സീലിംഗ് വേണം കേട്ടോ. ഇതൊരു വുഡ് ആൻഡ് ഫിനിഷിങ്ങിലുള്ള ഷീറ്റ് തന്നെയാണ്, ഒരു വീട്ടി കളറാണ് കേട്ടത്. അപ്പോൾ ഈ കാണുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് ലുവർ പാനലിൽ നമുക്ക് ചുമരൊക്കെ പാനൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ക്ലിപ്പാണ് കേട്ടത്. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ സീലിംഗ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഒരു പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഈ ഷീറ്റിൻ്റെ ലിപ്പും അലൂമിനിയം ചേർത്തിട്ട് സ്ക്രൂ ചെയ്യാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഒരു പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഗാർഡിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഷീറ്റിൻ്റെ ഗാർഡിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതേപോലെ കയറ്റി വയ്ക്കും. അപ്പോൾ ഇതൊരു ലോക്കാണത്. എന്നിട്ട് നമ്മൾ ഇതായി കാണുന്ന അലൂമിനിയത്തേക്ക് റിബിറ്റ് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഇളകി പോരില്ല. ഭാവിയിൽ നമുക്കിത് ഊരിയെടുക്കുമ്പോഴും ഈ ഇതിൻ്റെ ക്ലിപ്പിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഷീറ്റൊക്കെ അതേപോലെ പഴയ പോലെ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. പിന്നെ ഇതിൻ്റെ ഗാഡിയൊക്കെ പഴയ പോലെ തന്നെ മറ്റേ സാധാരണ രീതിയിൽ നമ്മൾ ആ ഗാഡി കൂടെ സ്ക്രൂ ചെയ്യാണ് ചെയ്യുക. ആ സ്ക്രൂ നമ്മൾക്ക് പിന്നീട് ചിലപ്പോൾ പൊട്ടിപ്പോരാനൊക്കെ സാധ്യത ഉണ്ട്. അത് കാരണം ആ സ്ക്രൂവിൻ്റെ മകുടം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോകുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കാണുന്ന ലുവർ പാനലിൻ്റെ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുമരൊക്കെ പാനൽ ചെയ്യുമ്പോൾ ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പാനൽ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇതൊന്ന് അഴിച്ചെടുക്കുന്ന സമയത്തും ഷീറ്റ് പഴയ പോലെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ, ഗാഡിക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ കിട്ടും. നമ്മൾ ഈ കാണുന്ന ക്ലിപ്പ് റിബിറ്റ് അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് സ്ക്രൂ ചെയ്തെടുക്കണവർക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. അതേപോലെ ഈ ഷീറ്റ് പല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അടി വരുന്നുണ്ട്, 10 അടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീതി 12 ഇഞ്ചാണ് വരുന്നത്, അതിൻ്റെ കൂടിയ ടൈപ്പ് വരുന്നില്ല. അപ്പോൾ 12 ഇഞ്ചിൻ്റെ വീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സീലിങ്ങിൻ്റെ ഷീറ്റ് മേച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിലോട്ടുള്ള ലൈറ്റിനുള്ള ഹോള് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 ലൈറ്റാണ് ഇതിൻ്റെ ഈ സീലിങ്ങുമ്മേ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡബിൾ കളറാണ് കേട്ടോ, വാമും വൈറ്റും പാടെ ചേർന്നാണ്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാൻ എത്ര രൂപ ചിലവ് വരും എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സീലിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി വന്ന ചിലവ് 14 സംതിങ് ആണ് കേട്ടോ. 14,400 14,500 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. അതിൽ ഈ ബൾബ് ക്ലൈൻറ്റ് മേടിച്ചെന്നാണ്. അതേപോലെ ഉള്ളിലുള്ള വയറിങ് കാര്യങ്ങളൊക്കെ വയറിങ്ങുകാരെ കൊണ്ട് ഇവിടുത്തെ ക്ലൈൻറ്റ് തന്നെ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ബാക്കി നമുക്കിത് ചെയ്തെടുക്കാൻ 14,400 റേഞ്ച് വന്നിട്ടുണ്ട് ഈ സീലിംഗ് ചെയ്തെടുക്കാനുള്ള ചിലവ് കേട്ടോ. അതേപോലെ ഇനി വാൾഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ നമ്മളിതിനോടൊപ്പം തന്നെ പറയുന്നതായിരിക്കും. ഇത് നമ്മൾ ഈ ഷീറ്റ് വെച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് വരാൻ കാരണം. ഇനി ഇതിൻ്റെ കുറച്ച് കുറഞ്ഞ ടൈപ്പ് ഉണ്ട്, TKT പറഞ്ഞിട്ടൊരു മോഡൽ ഷീറ്റ് വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇനിയും റേറ്റ് കുറയും. അതേപോലെ നോർമൽ സാധാ ഷീറ്റ് വരുന്നുണ്ട്, അതിലും കുറേ കളറുകളുണ്ട്. അതിലാകുമ്പോൾ പിന്നെയും നമുക്ക് റേറ്റ് കുറയും. അങ്ങനെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വാൾഡ്രോപ്പ് ഫുള്ള് ഫ്രെയിം അടിച്ചിട്ടാണ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ തന്നെ റാക്ക് അടിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് സീലിംഗിൽ നിന്ന് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 8 ഇഞ്ചോളം താഴ്ത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷന് പറയുന്നത് ജെ ബോക്സ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡോറ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഈ ഇപ്പുറത്ത് കാണുന്നത് 1.25 ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ മേൽവശത്തോട്ട് കയറി നിൽക്കുന്നൊരു ടൈപ്പാണ്. അപ്പോൾ രണ്ടും കാണാൻ ഭംഗിയുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷന് ഇത്ര റേറ്റ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ഹെവി സെക്ഷനാണ് വരുന്നത്. അതേപോലെ ഇത് 2.5 ഇഞ്ച് സെക്ഷനാണ് വരുന്നത്. മറ്റേത് 1.25 സെക്ഷനാണ് വരുന്നത്. ഈ 2.5 ഇഞ്ച് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് സെക്ഷനാണ് ഈ ജെ ബോക്സ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ അത്രയും തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മോൾഡിങ് ടൈപ്പ് സെക്ഷനാണ് കേട്ടോ അത് വരുന്നത്.
അപ്പോൾ ഈ സെക്ഷനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 സെക്ഷനും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വിലയുടെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടൈപ്പിലും ചെയ്യുകയാണെങ്കിൽ 1.25ക്ക് 1.25 കൊണ്ട് ചെയ്യുമ്പോഴും അതേപോലെ ജെ ബോക്സ് വെച്ചിട്ട് ഉള്ള സെക്ഷൻ കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഒരേ സെയിം ഉള്ളൊരു വാൾഡ്രോപ്പിൻ്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം 2200 2500 രൂപ ഉള്ളിലുള്ള മാറ്റമാണ് അതും ഇതും തമ്മിൽ ഡിഫറൻസ് വരിക. അപ്പോൾ അത് അലൂമിനിയത്തിൻ്റെ തൂക്കത്തിനുള്ള മാറ്റത്തിലുള്ള റേറ്റാണുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി കാണാൻ ചെറിയൊരു ഷോ കൂടുക ഇതാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഹിഞ്ചസ് ഫുള്ള് SS-ൻ്റെ ഹിഞ്ചസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ അലൂമിനിയം ആണെങ്കിൽ അത്യാവശ്യം കനമുള്ള മെറ്റീരിയൽ തന്നെയാണ് ഡോറിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്ന PVCയുടെ ഷീറ്റ് വന്നിട്ടുള്ളത് ലെക്സ എന്ന ബ്രാൻഡിൻ്റെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഷീറ്റ് വൈറ്റ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്, വുഡ് ആൻഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കർട്ടനൊക്കെ നമ്മൾ അളവ് കൊടുത്ത് വരുത്തണതാണ് കേട്ടോ. ഇത് നമ്മൾ മേക്ക് ചെയ്യണമല്ല, അളവ് കൊടുത്ത് നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് വിൻഡോസിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ക്ലാമ്പിലോട്ട് ലോക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ ഒരു 3 കള്ളിയുടെ ഒരു കർട്ടനും അതേപോലെ ഒരു 2 കള്ളിയുടെ ഒരു കർട്ടനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വന്നൊരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2200 രൂപ 3 കള്ളിക്കും, അതേപോലെ 2 കള്ളിക്ക് വന്നിട്ടുള്ളത് 1650 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റുള്ള ഡിഫറൻസ് പറഞ്ഞാൽ അളവിനനുസരിച്ച് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരിക. ഏകദേശം 3 കള്ളിക്ക് ഒരു 2100 2000 2200 റേഞ്ചാണ് സാധാരണ വരാറ്. അതേപോലെ 2 കള്ളിക്ക് വരുന്ന സമയത്ത് ഒരു 1650 1700 1750 ഏകദേശം സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഒരു PVCയുടെ ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വർക്കിന് മാച്ചാവുന്ന രീതിയിൽ ക്ലയൻറ്റ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഡോറിന് റേറ്റ് വന്നിരിക്കുന്നത് 2800 ആണ് കേട്ടോ. പല റേഞ്ചിലും നമുക്ക് ഡോറുണ്ട്. അപ്പോൾ ഈ ഡോറിന് 2800 ആണ് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ കാണുന്ന ജെ ബോക്സ് വെച്ചിട്ടുള്ള ഈ വാൾഡ്രോപ്പിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തം തട്ടടിച്ച് നമ്മൾ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ലോക്കറും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹാങ്കർ, പിന്നെ മേലെ 2 ഡോറ്. മാക്സിമം അവർ പറഞ്ഞ രീതിയിലാണ് നമ്മൾ തട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ നമുക്ക് വന്ന ചിലവ് തന്നെ 25,500 ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വാൾഡ്രോപ്പ് നമുക്ക് ഇതിനെക്കാട്ടിയും കുറച്ചിട്ടും ചെയ്യാം, അതേപോലെ ഇതിനെക്കാട്ടിയും റേറ്റ് കൂട്ടിയിട്ടും ചെയ്യാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കനമൊക്കെ അനുസരിച്ചാണ് റേറ്റ് കൂടുന്നതും കുറയണതും. അപ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വുഡും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾഡ്രോപ്പ് ചെയ്തെടുക്കേണ്ട റേറ്റാണ് ഞാനവിടെ പറഞ്ഞത്. അതേപോലെ ഇപ്പുറത്തെ 1.25ക്ക് 1.25 വെച്ചിട്ട് നമ്മളൊരു വാൾഡ്രോപ്പ് ഇവിടെ ഫെറോസിമെൻ്റ് ഓൾറെഡി അവിടെ തട്ടുണ്ട്, പിന്നെ നമ്മൾ ഫ്രണ്ടേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ നമുക്ക് വന്ന ചാർജ് തന്നെ 12,500 ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1.25ക്ക് 1.25 ഫ്രെയിം എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വുഡ് കയറ്റി, അതേപോലെ ഇതിൻ്റെ ഡോർ സെക്ഷൻ വന്നിട്ടുള്ളത് അത്യാവശ്യം കനമുള്ള അലൂമിനിയം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വുഡ് ആൻഡ് ഫിനിഷിങ്ങിലാണ് നമ്മളത് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് 12,500 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഓരോന്നിൻ്റെയും സീലിംഗ് അടക്കം ഓരോന്നിൻ്റെയും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റേറ്റ് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ ഫാബ്രിക്കേഷൻ വന്ന് അളവെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനെക്കാട്ടും ചിലപ്പോൾ കൂടിയിട്ടാവും പറയുക, അല്ലെങ്കിൽ കുറഞ്ഞിട്ടാവും പറയുക. അത് മെറ്റീരിയലിൻ്റെ അപേക്ഷിച്ചിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റിൽ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലത്ത് ചിലപ്പോൾ മെറ്റീരിയൽ കിട്ടുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിൻ്റെ വിലയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ റേറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല, ഒരു പെയിൻറ്റിങ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിൽ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് റൂമും കൂടി കൂട്ടി അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പെയിൻറ്റിങ് കൂടി കറക്റ്റ് വൈറ്റ് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളി വൈറ്റ്, നല്ല ഏത് കളർ അവരവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് കളർ ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റ് പറയണത് വൈറ്റ് തന്നെ കൊടുക്കണം എന്നാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളതും വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മൊത്തം ചളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ചുമര്, പിന്നെ ഈ വയറിങ്ങിന് വേണ്ടി കുറേ ഭാഗം കുത്തി പൊളിച്ചിട്ടൊക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും നമ്മൾ പെയിൻറ്റിങ് കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ്, അലുമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ വീഡിയോസായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോസുകളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടെ. എന്തായാലും നമ്മൾ കിടിലം വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.